നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി ചിമ്മിനി റേഞ്ചുകളുടെ അതിർത്തി പ്രദേശമായ കട്ടിലപ്പാറത്തണ്ട് ഭാഗത്ത് 2 ദിവസമായി കാട്ടുതീ പടരുന്നു. സ്കൂട്ടറിൽ സഞ്ചരിച്ച് ലോട്ടറി വിൽപ്പനയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയ മധ്യവയസ്കനെ എക്സൈസ് സംഘം പിടികൂടി. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്കൂട്ടർ ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയ്ക്ക് പരിക്കേറ്റു. പുതുക്കാട് അശോക റോഡിൽ നിന്ന് 8 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബിജെപി പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സബ് ആർടിഒ ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും നടത്തി. 56 പേരടങ്ങിയ ഗോവ സംഘം പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. HML മുപ്ലി കുണ്ടായി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല ഗ്രാറ്റുവിറ്റി സമരം 13 ദിവസം പിന്നിട്ടു. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി ചിമ്മിനി റേഞ്ചുകളുടെ അതിർത്തി പ്രദേശമായ കട്ടിലപ്പാറത്തണ്ട് ഭാഗത്ത് 2 ദിവസമായി കാട്ടുതീ പടരുന്നു. 2 റേഞ്ചുകളിലുമുള്ള വനപാലകർ തീ അണയ്ക്കാൻ തീവ്ര പരിശ്രമം നടത്തുന്നുണ്ട്. കൂടുതൽ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. കാട്ടിൽ ഫയർ ലൈൻ നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതാണ് കാട്ടുതീ പടരാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. മുൻ വർഷങ്ങളിൽ 2 ലക്ഷം രൂപയുണ്ടായിരുന്നത് 1 ലക്ഷം രൂപയാക്കി വെട്ടിക്കുറച്ചു. കഴിഞ്ഞ വർഷത്തെ ജോലികൾക്കുള്ള പണം കുടിശ്ശികയുണ്ടെന്നും മുൻ ഫയർലൈൻ ജോലിക്കാർ പറയുന്നു. തുക വെട്ടിക്കുറച്ചതോടെ കാടുകളിൽ ഫയർലൈൻ പണികൾ കുറഞ്ഞെന്നും ഇതാണ് തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനിടയായതെന്നും നാട്ടുകാർ ആരോപിച്ചു. സ്കൂട്ടറിൽ സഞ്ചരിച്ച ലോട്ടറി വിൽപ്പനയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയ മധ്യവയസ്കനെ എക്സൈസ് സംഘം പിടികൂടി. നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി മുല്ലത്തടത്തിൽ വീട്ടിൽ 54 വയസ്സുള്ള രാമചന്ദ്രനെയാണ് ശനിയാഴ്ച രാവിലെ ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറും സംഘവും പിടികൂടിയത്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും 13 കുപ്പി മദ്യം പിടികൂടുകയും പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും വീട്ടിൽ ചാക്കിലാക്കി സൂക്ഷിച്ചിരുന്ന 51 കുപ്പി മദ്യം കൂടി പിടികൂടുകയായിരുന്നു. ആകെ 32 ലിറ്റർ മദ്യമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഹണിബി, മാക്ഡൊണാൾഡ് എന്നീ ബ്രാൻഡ് മദ്യമാണ് ഇയാൾ അധികവും വിറ്റിരുന്നത്. മദ്യം വിറ്റ വകയിൽ ഇയാളിൽ നിന്നും 1100 രൂപയും കണ്ടെടുത്തു. എക്സൈസ് ഉദ്യോഗസ്ഥരായ PM ബാബു, ദിബോസ്, CK ചന്ദ്രൻ, VV ബിന്ദുരാജ്, ശോഭിത്, CS ശാലിനി എന്നിവരും ഉണ്ടായിരുന്നു. അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടി ഇന്ന് രാവിലെ പരിശോധിച്ചതിൽ ചിറ്റിശ്ശേരി മുല്ലത്തടത്തിൽ വീട്ടിൽ രാമേന്ദ്രൻ എന്നയാൾ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നും ഒരു 13 കുപ്പി മദ്യം പിടിക്കുകയും തുടർന്ന് ആളെ ചോദ്യം ചെയ്തതിൽ മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്കൂട്ടർ ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയ്ക്ക് പരിക്കേറ്റു. പാലക്കുന്ന് സ്വദേശി രാധയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ കരുവാപ്പടി സെന്ററിന് സമീപത്തായിരുന്നു അപകടം. നാട്ടുകാരാണ് പരിക്കേറ്റ രാധയെ ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് അശോക റോഡിൽ നിന്ന് 8 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. വെള്ളിയാഴ്ച രാത്രിയാണ് റോഡ് മുറിച്ചു കടക്കുന്ന പാമ്പിനെ നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ ഷാജു കാളിയങ്കര സ്ഥലത്തെത്തുകയും സ്നേക് റെസ്ക്യൂ ടീം രജീഷ് നന്ദിപുലത്തിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. റോഡിനോട് ചേർന്ന മതിലിനകത്ത് കയറിയ പാമ്പിനെ പിടികൂടി വനത്തിൽ വിട്ടയച്ചു.
അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക ആസൂത്രണ പദ്ധതി 2018-19 ഭാഗമായി 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ, വാർഡ് മെമ്പർമാരായ ദിനൽ പാലപ്പറമ്പിൽ, വി കെ വിനീഷ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ എ അൻസാർ KAS, BBC സിന്ധു BB എന്നിവർ പങ്കെടുത്തു. പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് സ്വാഗതവും പ്രിൻസിപ്പാൾ ഡോക്ടർ റോയ് തോമസ് PX നന്ദിയും രേഖപ്പെടുത്തി. 2025 മാർച്ച് 14 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വിപുലമായ പരിപാടികളോടെ ഉദ്ഘാടനം നടത്താൻ 51 അംഗ സംഘാടക സമിതി യോഗത്തിൽ രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, തരം മാറ്റുന്നതിന് തരിശിടരുത്, അന്യായമായ തരം മാറ്റം അനുവദിക്കരുത്, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു KSKTU ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിക്ക് യോഗ്യമായ പാടങ്ങൾ തരിശുഭൂമിയായി കൃഷി ചെയ്യാതെ അനേകകാലം സൂക്ഷിക്കുകയും പിന്നീട് കൃഷിയോഗ്യമല്ലെന്ന് കാണിച്ച ഭൂമി തരം മാറ്റുകയുമാണ് ഇപ്പോഴത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ 8 ലക്ഷം ഹെക്ടർ ഭൂമി നെൽകൃഷിക്കായി ഉണ്ടായിരുന്നത് ഇപ്പോൾ ചുരുങ്ങി 2 ലക്ഷത്തിനും താഴെയായെന്നും ഭൂമി തരംമാറ്റൽ ഇപ്പോൾ ഒരു ജോലിയായി ചില ആളുകൾ ഏറ്റെടുത്തെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CK ശശി അധ്യക്ഷത വഹിച്ചു. BD ദേവസി, KS അശോകൻ, PK കൃഷ്ണൻകുട്ടി, EK അനൂപ്, MM രമേശൻ, ശ്യാം, ഭവിരാജൻ, ഉഷാ ഗോപി എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേരളം ഒരു നീണ്ട ഒരു ഭൂപ്രദേശമാണ്. അതിന്റെ പടിഞ്ഞാറാണെങ്കിൽ തീരപ്രദേശമാണ്. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. BJP അധ്യാപക സെൽ സംസ്ഥാന കൺവീനർ പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ അധ്യക്ഷത വഹിച്ചു. രാംദാസ് നെല്ലായി, വിജു തച്ചങ്കുളം, VV രാജേഷ്, സരോജിനി, വിനി ശശിധരൻ, ജോയ് മഞ്ഞളി, ജിബിൻ പുതുപ്പുള്ളി, ജിതേഷ് മുളങ്ങ്, മുരളി വല്ലച്ചിറ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു എക്കണോമിക്സ് അധ്യാപകനാണ്, അങ്ങനെ മനസ്സിലാക്കണം. ജ്യേഷ്ഠൻ എക്കണോമിക്സ് അധ്യാപകനായതുകൊണ്ട് പിടിച്ച് ധനകാര്യ മന്ത്രിയാക്കി മാറ്റിയിട്ടുള്ള തോമസ് ഐസക്കിന് ശേഷം വീണ്ടും സൈദ്ധാന്തികമായിട്ട് കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സബ് RTO ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ഫെയർ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. ഫെയർ മീറ്ററുമായി ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും അശാസ്ത്രീയ കരിനിയമം പിൻവലിക്കുകയായിരുന്നു പ്രധാന ആവശ്യം. BMS ജില്ലാ ഉപാധ്യക്ഷൻ MS സുനിൽ ഉദ്ഘാടനം ചെയ്തു. തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ആൻഡ്രു കമ്മളം, ജയന്ത് ജോഷ്, മനോജ് ചില്ലേലി, മോഹനൻ റെയിൽവേ, വിദ്യാധരൻ പറമ്പിക്കാട്ടിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. K രാമൻ, ജോണി പുല്ലൻ, CR ജിനു, ജോൺസൺ കണ്ടംകുളത്തി, സിബിൻ ബാബു തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. മോഹനൻ പുലിക്കുന്നത്ത് സ്വാഗതവും രാജ്കുമാർ സിത്താര നന്ദിയും പറഞ്ഞു. യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ കോടീശ്വരന്മാരല്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഓട്ടോറിക്ഷയിൽ ജോലി ചെയ്യുന്നത്. ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികള് വളരെ പാവപ്പെട്ട തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളുടെ 56 പേരടങ്ങിയ ഗോവ സംഘം പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ പറ്റി പഠിക്കാനും കാണുവാനും വേണ്ടിയാണ് സംഘം എത്തിയത്. രാവിലെ എത്തിയ സംഘം പഞ്ചായത്ത് ഓഫീസ്, ഷീ ഫിറ്റ്നസ് സെന്റർ, കുടുംബശ്രീ ഓഫീസ്, ജനകീയ ഹോട്ടൽ, വിവിധ ഘടക സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിച്ചു.
ഗോവയിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. HML മുപ്ലി കുണ്ടായി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല ഗ്രാറ്റുവിറ്റി സമരം 13 ദിവസം പിന്നിട്ടു. ശനിയാഴ്ചയിലെ സമരം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. KK രവി അധ്യക്ഷനായി. PG വാസുദേവൻ നായർ, ആന്റണി കുറ്റൂക്കാരൻ, PD ശ്യാംനാഥ്, PS സത്യൻ, PT ജോയ്, KM കുഞ്ഞു മുഹമ്മദ്, PM ആലി, CY കുഞ്ഞു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ 25ഓളം തൊഴിലാളികൾക്കാണ് ഇനിയും ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ളത്. വിഷയത്തിൽ മാർച്ച് 4-ന് പകൽ 11 മണിക്ക് ജില്ലാ ലേബർ ഓഫീസർ ബന്ധപ്പെട്ടവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7,930 രൂപ, പവന് 63,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പള്ളി ചിമ്മിനി റേഞ്ചുകളുടെ അതിർത്തി പ്രദേശമായ കട്ടിലപ്പാറത്തണ്ട് ഭാഗത്ത് 2 ദിവസമായി കാട്ടുതീ പടരുന്നു. സ്കൂട്ടറിൽ സഞ്ചരിച്ച് ലോട്ടറി വിൽപ്പനയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയ മധ്യവയസ്കനെ എക്സൈസ് സംഘം പിടികൂടി. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്കൂട്ടർ ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയ്ക്ക് പരിക്കേറ്റു. പുതുക്കാട് അശോക റോഡിൽ നിന്ന് 8 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സബ് RTO ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും നടത്തി. 56 പേരടങ്ങിയ ഗോവ സംഘം പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. HML മുപ്ലി കുണ്ടായി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല ഗ്രാറ്റുവിറ്റി സമരം 13 ദിവസം പിന്നിട്ടു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.